പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം, നിങ്ങൾ ആത്മീയ പാതയിലാണോ, അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലേക്കുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 6 സിംറ്റംസ് ഞാൻ പറയുകയാണ്. നിങ്ങൾ ആത്മീയ പാതയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താനുള്ള ഒരു യോഗ്യത എത്തിയിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ പറയുന്ന ഈ 6 ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഇനി സ്പിരിച്വൽ പാത്തിൽ എത്തിയിട്ടുള്ളവർക്കും ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം, യു ആർ ഓൺ ദ വേ. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ പല കാര്യങ്ങളും, ആത്മീയമായ പല ചടങ്ങുകളും കർത്തവ്യങ്ങളും ഒക്കെ വ്യത്യസ്ത രീതിയിൽ ചെയ്തു പോരുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് കുഴിച്ചെടുക്കുന്ന ആ എസൻസ് ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ചില ലക്ഷണങ്ങൾ, അപ്പം ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തി നോക്കുക, അത് ഉറപ്പിക്കുക, അതിനെ പരിപോഷിപ്പിക്കുക. GSRC എന്ന് പറയുന്നത് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റിയാണ്. അതിലൂടെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശരിക്കും ആ റിസോഴ്സിനെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ, അല്ലെ ഇൻഫർമേഷൻസ്, ട്രെയിനിങ്സ് ഒക്കെയാണല്ലോ തന്നു പോരുന്നത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ സ്പിരിച്വൽ പാത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ സമാനമാണെങ്കിൽ പ്രകൃതിയുമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള അടുപ്പം വെച്ച് പുലർത്തും തുടങ്ങും എന്നുള്ളതാണ്. ചിലർക്ക് ജന്മസിദ്ധമായിട്ടുണ്ടാവും. പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാനും, പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ആഹ്ലാദം വരികയും, പുഴകളെയും അല്ലെങ്കിൽ നദികളെയും മലകളെയും കാടിനെയും ഒക്കെ സ്നേഹിക്കണമെന്നും അവിടേക്ക് ഒന്ന് പോകണമെന്നും, വീട്ടിൽ തന്നെയാണ്, നിങ്ങൾ ഗൃഹത്തിൽ തന്നെയാണ് കഴിയുന്നെങ്കിലും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥിതിയിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. പ്രകൃതിയോട്, ആകാശത്തോട്, അല്ലെങ്കിൽ വെളിച്ചത്തോട്, വായുവിനോട് ഒക്കെ ഒരു വല്ലാത്ത ഒരു പ്രതിബദ്ധത വന്നു തുടങ്ങും സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ. ദാറ്റ് ഈസ് നമ്പർ 1. രണ്ടാമത്തത്, നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുക. അതായത് സ്വാത്വികമായ ഭക്ഷണത്തെ സംബന്ധിച്ചോ, നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫുഡ്, അതിന് ചില താല്പര്യം കാണിക്കുക. ഫ്രൂട്ട്സുകളായിക്കോട്ടെ, മറ്റ് വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള ചില അഭിരുചികൾ, അങ്ങനെ എല്ലായിടത്തും മറ്റ് ജീവികളെ ഇല്ലാതാക്കിക്കൊണ്ട് അതിന്റെ മാംസവും ഒക്കെ ഭക്ഷിക്കുന്നതിനകത്തുള്ള ചെറിയൊരു കുറ്റബോധം ഉണ്ടാകുക. ഇങ്ങനെയൊക്കെ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റം, അല്ലെങ്കിൽ മാറണം എന്നുള്ള കാലങ്ങളായിട്ടുള്ള ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു ആർ ഓൺ ദ ട്രാക്ക്, റൈറ്റ്. മൂന്നാമത്തത്, സ്വന്തം ആത്മാവിനെ, ആ സ്പിരിച്വൽ കോഷനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനിലേക്കൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങും. അറിവുകൾ ഇവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബുക്സുകളായിക്കോട്ടെ, ഇനി അതല്ല അങ്ങനെയുള്ള വീഡിയോസ് ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ഈ ഒരു പാത്തിലോട്ട് കേൾക്കുന്നവരെല്ലാം പലപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി വഴിക്ക് ഇടക്കാലം കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഈ ചില ആശയങ്ങളൊക്കെ കണ്ടത്. അവിടെ തൊട്ട് അവരെ പിടിച്ച് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും, പരിവർത്തനം വരുത്താനായിട്ട് ശ്രമിക്കും. പുറമേ നിന്ന് ആത്മപരിപോഷണത്തിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ അതിൽ തൽപരരായിരിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ളതിനെ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് നിലവിലുള്ള നമ്മുടെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമം ആത്മീയപാതയിലേക്കുള്ള യാത്രയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കൂടുതൽ സഹവസിക്കണമെന്നുള്ള ചിന്ത വരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള തൽപരത കാണിക്കുക, ജിജ്ഞാസ ഏറി വരിക. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതിലും അപ്പുറം കൂടുതൽ അറിയണം എന്നുവെച്ചാൽ ആത്മാവിനെ പരിപോഷിപ്പിക്കാനുള്ള അറിവ് നേടുന്നതിൽ സദാ തൽപരരായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ സിംറ്റം. എന്ത്? നിങ്ങൾ ആത്മീയപാതയിലേക്ക് അടുക്കുന്നുവെങ്കിൽ. മറ്റൊന്ന്, ഈ മതം എന്ന് പറയുന്ന ജാതിവാസികളായിക്കോട്ടെ, മതവാസികളായി, ഇതെല്ലാം ഇതിനൊക്കെ പിന്നിൽ എന്തിരിക്കുന്ന കഥ എന്നുള്ള ചിന്ത വരും. ആ ഇടുങ്ങിയ മനസ്സിൽ നിന്നും വിശാല ചിന്തകളിലേക്ക് എത്തും. എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ചിന്ത കയറി വരും. ആദ്യകാലഘട്ടത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള മതബോധവും ജാതി ചിന്തയും ഒക്കെ വെച്ച് പുലർത്തിയിരുന്നവർ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് എത്തുമ്പോൾ എന്തായി മാറും? എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന തത്വമെന്നാണ് എന്നുള്ള അറിവിലേക്ക് എത്തുമ്പോഴോ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കും. അവിടെ ജാതിയോ മതമൊന്നും ഇല്ല. അതിനതീതമായിട്ട് ഒരു ചിന്താഗതി
വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലേക്കുള്ള യാത്രയിലാണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പം അത് 4മത്തേതാണെങ്കിൽ 5മത്തെ കേസ്, പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന പല ജീവിത ശൈലി ആയിക്കോട്ടെ, പെരുമാറ്റമായിക്കോട്ടെ, ചില ബന്ധങ്ങളായിക്കോട്ടെ, റിലേഷൻഷിപ്പ്, നിങ്ങളോടൊപ്പം പണ്ട് സഹവസിച്ചിരുന്ന സമകാലികരായിട്ടുള്ള ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ ഒരു ഇൻട്രാവേർട്ട് മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നു. ഒരു വേർതിരിഞ്ഞുള്ള ചിന്താഗതിയും ജീവിതത്തെത്തുന്നു. പലപ്പോഴും കുടുംബത്തിലാണെങ്കിൽ തന്നെ നമുക്ക് അറുത്തുമുറിച്ച് കളയാൻ പറ്റാത്ത നിരവധി ബന്ധങ്ങളുണ്ട്. അത് പാടില്ല. പക്ഷെ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഉൾമൈൻഡ് കൊണ്ട് അറ്റാച്ച്ഡ് ആണ് എല്ലാവരോടും, ബട്ട് ഡിറ്റാച്ച്ഡ് മൈൻഡ്. ഈ ഒരു തലത്തിലേക്ക് ഉയരുമ്പോൾ ഇതൊരു ട്രാൻസിറ്റ് പീരീഡാണ്. പലർക്കും അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസാണ്. കാരണം ചുറ്റുപാടുള്ളവർ പറയും, എന്താ നിനക്ക് പറ്റിയിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട്, ഇതൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തോ ചില കുഴപ്പമുണ്ടോ. അവരെല്ലാം ഉദ്ദേശിക്കുന്ന അവരുടെ നിലവാരത്തിൽ തന്നെ കാണണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അകത്ത് മാറ്റം വരുമ്പോൾ നിങ്ങളുടെ പുറമേയും ചിന്താഗതിയിലും സംസാരത്തിലും ഒക്കെ വ്യത്യാസം വരും. പണ്ട് സംസാരിച്ച രീതിയിലായിരിക്കത്തില്ല. നിങ്ങളെ കാലങ്ങൾ കൂടി കണ്ടുകൊണ്ടിരുന്നവര് പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം നിങ്ങളെ ശ്രദ്ധിക്കുകയും പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പലപ്പോഴും കമന്റൊക്കെ പറയാറുണ്ട്. എന്തൊക്കെയോ സംതിങ് വെയിറ്റേജ് നിങ്ങളുടെ വാക്കുകൾക്കുള്ളതായിട്ട് പലരും സിഗ്നൽ കിട്ടും. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ആന്തരികമായിട്ട് മാറി എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്, സ്പിരിച്വൽ പാത്തിലാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് അറിയാൻ പാടില്ല. പ്രത്യേകിച്ചും കൂടെ സഹവസിക്കുന്ന ബന്ധുമിത്രാദികൾ ഇവരിത് അറിയുന്നില്ലല്ലോ എന്ന കാര്യത്തിലുള്ള വിഷമം കടന്നുകൂടാൻ പാടില്ല. കാരണം അവർ നിങ്ങളെ പണ്ടേ കണ്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതിനപ്പുറത്തോട്ട് നിങ്ങളുടെ വാല്യൂവിനെ അവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവരെപ്പോഴും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാൻ പോകരുത്. ശ്രമിച്ചാലോ അത് കൂടുതൽ സംഘർഷത്തിനിടയാകും എന്നുള്ളതാണ്. സോ അറ്റാച്ച്ഡ് വിത്ത് ഡിറ്റാച്ച്ഡ് മൈൻഡ്, എല്ലാവരോടൊപ്പം അകത്ത് ആന്തരിക പരിവർത്തനം എന്ന് പറയുന്നത് നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഈ സ്പിരിച്വൽ പാത്തിലുള്ളവർക്ക്. അത് 5മത്തെ കേസാണെങ്കിൽ 6മത്തതും ഫൈനലായിട്ടുള്ളത് ഇതാണ്. ഇന്നർ വോയിസ് ഇവർക്ക് കേട്ടു തുടങ്ങും. ആന്തരികമായിട്ടുള്ള ചില ശബ്ദങ്ങളല്ല, നിർദ്ദേശങ്ങൾ, ഇന്നർ വോയിസ് എന്ന് പറയും. ഏത് പ്രതിസന്ധിയിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ അകത്ത് നിന്ന് അതിനുള്ള മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു തർക്കത്തിൽ രണ്ടുപേരെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടേതായ ഒരു വോയിസ് അവിടെ വരും. അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടത്തിൽ സ്വയം ഡയറക്ഷൻ മാറ്റാനുള്ള ഒരു ചിന്താഗതി ഉള്ളിൽ ഉടലെടുക്കും. സങ്കടമുണ്ടായാലും സന്തോഷമുണ്ടായാലും സമചിത്തത കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എപ്പോഴും ഇൻഫർമേഷൻസ് ഇന്നർ വോയിസ് പോലെ, അകത്തു നിന്നുള്ളൊരു ശബ്ദം പോലെ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ യു ആർ ഓൺ ദ സ്പിരിച്വൽ പാത്ത് എന്ന് പറയും. ആത്മീയ പാതയിലേക്ക് അടുക്കുന്നതിന്റെ 6 ലക്ഷണങ്ങളാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ തുടരണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എല്ലാവിധത്തിലുള്ള ഒരു ബ്ലിസ്, ഒരു മുൻകൂട്ടി പലതും കാണാനുള്ള കഴിവ്, ഏത് പ്രശ്നമുണ്ടായാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്നുള്ള സ്വയം ചിന്ത അവബോധം ഉള്ളിൽ നിന്ന് വരും. അത് ഇന്നർ വോയിസ് എന്ന് പറയും. പിന്നെ അങ്ങനെയുള്ളവരെ ആർക്കും വിഷമിപ്പിക്കാൻ പറ്റില്ല. വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചുറ്റുപാടും ഉള്ളതാണ്, അതെക്കാലവും സംഭവിക്കുന്നതാണ് എന്നുള്ള ആന്തരികമായ ഒരു വോയിസ്. അതായത് അകൽ ലോകം അങ്ങ് വലുതാകും, പ്രിഡോമിനന്റ് ആകും. ശക്തമായി കഴിഞ്ഞാലോ പുറത്തുള്ള ഏത് പ്രശ്നവും ചെറുതാകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള പലരുടെ പ്രശ്നം എന്താ? പുറത്തുള്ള പ്രശ്നങ്ങളെല്ലാം വലുതാണ്, കാരണം അകൽ ലോകം ചെറുതാണ്, ഈ സ്പിരിച്വൽ പാത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്പിരിച്വാലിറ്റിയുടെ സയൻസ് അറിഞ്ഞ് ശാസ്ത്രീയമായ രീതിയിൽ നമ്മളെ ഒരു പരിവർത്തനം വരുത്താനുള്ള ബോധപൂർവമായ ശ്രമത്തിലൂടെ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.